ഇതും ഒരു സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ സെക്ഷണൽ വ്യൂ ആണ്. പക്ഷേ ഇത് സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ എൻലാർജ്ഡ് വ്യൂ ആണ്. സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ഉൾഭാഗം കുറച്ചുകൂടി എൻലാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്. സോ നമുക്ക് അതിൽ കാണാൻ പറ്റുന്നത് ഈ താഴെ കാണുന്നതൊക്കെ സ്പെർമാറ്റോഗോണിയം, കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാം. സ്പെർമാറ്റോഗോണിയമാണ്. അതിൻ്റെ ഇൻസൈഡ് ദ സെമിനിഫറസ് ട്യൂബ്യൂളിൽ നമ്മൾ പറഞ്ഞു സ്പെർമാറ്റോഗോണിയം ഉണ്ട്, അതുപോലെ സെർട്ടോളി സെൽസ് ഉണ്ടെന്നാണ്. ഇതാണ് സെർട്ടോളി സെൽസ്. ഈ സ്പെർമാറ്റോഗോണിയമാണ് സ്പേമായിട്ട് മാറാൻ പോകുന്നത്. സോ സ്പെർമാറ്റോഗോണിയം ഉണ്ട്. അതുപോലെ ഈ സ്പെഷ്യൽ വേറെ ഷേപ്പുള്ള സെല്ലുകളായിട്ട് നമുക്ക് കാണാം സെർട്ടോളി സെൽസുകളാണ് ഇതൊക്കെ. ഈ സ്പെർമാറ്റോഗോണിയമൊക്കെ എന്തായിട്ട് മാറും? ചില സ്പെർമാറ്റോഗോണിയമൊക്കെ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറുന്നു. അതാണ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. ഇതൊക്കെ പ്രൈമറി സ്പെർമാറ്റോസൈറ്റുകളാണ്. ഈ സ്പെർമാറ്റോഗോണിയത്തിൽ ചിലതൊക്കെ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറുന്നു. കുറേ നമ്പർ. സോ ഇവർ മൾട്ടിപ്ലൈ ചെയ്ത് കുറേ കഴിയുമ്പോൾ അതിൽ കുറച്ച് പേരൊക്കെ ചില സ്പെർമാറ്റോഗോണിയൊക്കെ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറുന്നു. ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ മിയോസിസ് 1 മിയോട്ടിക് ഡിവിഷൻ 1 കഴിഞ്ഞാൽ അവർ മാറുന്ന സ്ട്രക്ചറാണിത്. സോ ഇത് മിയോസിസ് 1 കഴിഞ്ഞാൽ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആണ്. മിയോസിസ് 1 കഴിഞ്ഞാൽ ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറും. ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് വീണ്ടും മിയോസിസ് 2 കഴിഞ്ഞാൽ 4 ഹാപ്ലോയിഡ് സ്പെർമാറ്റിഡുകൾ ഉണ്ടാവുന്നു. ഇതാണ് സ്പെർമാറ്റിഡ്. സോ സ്പെർമാറ്റിഡുകളെ കാണാം. ഈ ബ്ലൂ കളറിലുള്ളത് സ്പെർമാറ്റിഡ്. സോ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് മിയോസിസ് 2 കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് സ്പെർമാറ്റിഡുകൾ ഉണ്ടാവുന്നു. ഈ സ്പെർമാറ്റിഡുകളാണ് നമ്മൾ ആ പ്രോസസ്സ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് സ്പെർമാറ്റിഡായിട്ട് മാറുന്നു. അപ്പോൾ നമ്മളതിനെ സ്പെർമിയോജെനിസിസ് എന്ന് പറയുന്നു. ഇനി ഈ സ്പെർമാറ്റിഡുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതിൻ്റെ ഉള്ളിലുള്ള വേറെ സെല്ലുകൾ ഏതാണ്? സെർട്ടോളി സെൽസുകൾ, നറിഷ് ചെയ്യുന്ന സെർട്ടോളി സെൽസുകൾ. ഈ സ്പെർമാറ്റിഡുകൾ ഈ സെർട്ടോളി സെൽസിൽ വന്ന് എംബഡഡ് ആവും. ഏതാണ്? സ്പേമിൻ്റെ ഹെഡ്. അത് സ്പെർമാറ്റിഡിൻ്റെ ആ ഹെഡുകൾ എന്തായിട്ട് മാറുന്നു? ഹെഡുകൾ ഈ സെർട്ടോളി സെൽസിൽ വന്ന് എംബഡഡായി കിടക്കുന്നു. സെർട്ടോളി സെൽസിൽ ഇതിൻ്റെ ഹെഡുകൾ വന്ന് എംബഡഡായി ഈ സെർട്ടോളി സെൽസിൽ നിന്ന് ഈ സ്പേം ഹെഡിലേക്ക് നറിഷ്മെൻറ്റുകൾ റിസീവ് ചെയ്യുന്നു. അതിനുശേഷം ഈ സ്പെർമാറ്റോയിഡ് എന്തായിട്ട് മാറുന്നു? സ്പെർമാറ്റോസോവ. സ്പെർമാറ്റോസോവ ആയിട്ട് മാറുന്നു. അത് സ്പെർമിയോജെനിസിസ് വഴി സ്പേമുകൾ പുറത്തു പോകുന്നു. സോ ഇത്രയാണ് അതിൻ്റെ എൻലാർജ്ഡ് വ്യൂ. സോ സ്പെർമാറ്റോഗോണിയം കുറേ മൾട്ടിപ്ലൈ ചെയ്ത് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറുന്നു. കുറച്ച് സ്പെർമാറ്റോഗോണിയം പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറുന്നു. അതിൽ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ കഴിഞ്ഞ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടാവുന്നു. അതിന് രണ്ടാമത്തെ മിയോട്ടിക് ഡിവിഷൻ കഴിഞ്ഞിട്ടത് സ്പെർമാറ്റിഡ് ആവുന്നു. ആ സ്പെർമാറ്റിഡുകളൊക്കെ സെർട്ടോളി സെൽസിൽ വന്ന് എംബഡഡ് ആവുന്നു. അത് കഴിഞ്ഞ് നറിഷ്മെൻറ്റ് കഴിഞ്ഞത് സ്പേമായിട്ട് പുറത്തു സ്പെർമിയേഷൻ വഴി പുറത്തേക്ക് പോകുന്നു. ഇത്രയാണ് അതിൻ്റെ ഉള്ളിലത്തെ സ്ട്രക്ചർ. ക്ലിയർ ആയിട്ട് നമുക്ക് സെമിനിഫറസ് ട്യൂബുകളിൻ്റെ സ്ട്രക്ചറും കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് സ്പെർമാറ്റോജെനിസിസ് എങ്ങനെയാണ് നടക്കണതെന്നും ഈ പിക്ചറിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നു.